Hello everyone, how are you all? So, ഇന്ന് നമുക്ക് present perfect continuousനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ സാഹചര്യങ്ങളാണ് present perfect continuous ഉപയോഗിക്കാറ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് present perfect continuousന്റെ definition നോക്കാം. Okay, to indicate an action which started at some point in the past and may or may not be completed. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? പാസ്റ്റ് നിന്ന് ഒരു കാര്യം തുടങ്ങി, അത് ഈ പോയിന്റായ പ്രസന്റ് വരെ എത്തി, ഇനി ഫ്യൂച്ചറിലേക്കും ആ ആക്ഷൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാകും. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സിനാരിയോ ആണ്. ഹബഷ് സ്റ്റാർട്ടഡ് സ്റ്റഡിങ് ഇംഗ്ലീഷ് ബിഫോർ 2 months. 2 മാസം മുമ്പ് ഹബഷ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഹി ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് സ്റ്റഡീസ്. അവന് പഠിക്കാൻ കൂടുതൽ ഫ്യൂച്ചറിലേക്കും പോവുകയാണ്. ഓക്കെ, ഹി വിൽ നോട്ട് സ്റ്റോപ്പ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഓക്കെ, അവൻ നിർത്താൻ പോകുന്നില്ല. സോ ഈ സെൻറ്റൻസ് നമുക്ക് മനസ്സിലാവും ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാം. എങ്ങനെയാണ്? 2 മാസം മുമ്പ് തുടങ്ങി, ഇപ്പോൾ ചെയ്യുന്നു, ഫ്യൂച്ചറിലേക്കും അവൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഹബഷ് ഹാസ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 2 months. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവണം അത് ഫ്യൂച്ചറിലേക്കും ഹബഷ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട് അവൻ്റെ സ്റ്റഡീസ്. അടുത്തൊരു എക്സാമ്പിൾ. ഹബഷ് ബോട്ട് എ കാർ 8 months ago. 8 മാസം മുമ്പ് അവനൊരു കാർ വാങ്ങി. ഹി വിഷസ് ടു യൂസ് ഇറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 5 years. 5 വർഷം വരെ അത് ഉപയോഗിക്കാനാണ് അവൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 8 മാസമായി, ഇനി 5 വർഷത്തെ കുറേ ടൈം ഉണ്ടല്ലോ ഫ്യൂച്ചറിലേക്ക്. ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു യൂസ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിലും അദ്ദേഹം ഇത് ഉപയോഗിക്കുമെന്ന് വളരെ ക്ലിയർ ആണ്. സോ ദ സെൻറ്റൻസസ് ഹബഷ് ഹാസ് ബീൻ യൂസിങ് ദ കാർ ഫോർ 8 months. അപ്പോൾ നമ്മൾ കേൾക്കുകയാണ്, പുസ്തകത്തിൽ വായിക്കുകയാണ്, ഹാസ് ബീൻ യൂസിങ് ദ കാർ ഫോർ 8 months എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് 8 മാസം മുമ്പ് തുടങ്ങി, ഇപ്പോൾ ഉപയോഗിക്കുന്നു, ഫ്യൂച്ചറിലേക്കും അത് ആക്ഷൻ പോകാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ഹബഷ് സ്റ്റാർട്ടഡ് ടീച്ചിങ് 6 years ago. ഹബഷ് 6 വർഷം മുമ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, ടീച്ചറായിട്ട്. ഹി ലൈക്സ് ദ പ്രൊഫഷൻ. ഈ പ്രൊഫഷൻ അവന് വലിയ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദിസ് പ്രൊഫഷൻ. അപ്പോൾ ഈ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് മൂപ്പർ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഏത് ടെൻസിൽ ഉപയോഗിക്കണം? സോ പാസ്റ്റും തുടങ്ങി, പ്രസൻറ്റിൽ ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്കും ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ തീരുമാനമുണ്ട്. സോ വി വിൽ യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി ഹാസ് ബീൻ അല്ലെങ്കിൽ ഹബഷ് ഹാസ് ബീൻ ടീച്ചിങ് ഫോർ 6 years. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഫ്യൂച്ചറിലേക്ക് ഈ ആക്ഷൻ കടന്നു പോകുമെന്ന് നമുക്ക് മനസ്സിലാകും. ഓൾറൈറ്റ്, my friends, here is a quiz for you. Okay, Jack started working in IMF 5 years ago. ഓക്കെ, ജാക്ക് 5 വർഷം മുമ്പ് IMF-ൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഹി ലൈക്സ് എ ജോബ്. അവരുടെ ജോലി ഇഷ്ടമാണ്. ആൻഡ് വിഷസ് ടു കണ്ടിന്യൂ വർക്കിംഗ് ഇൻ IMF. അപ്പോൾ ഫ്യൂച്ചറിൽ മൂപ്പർ അവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇതിനെ ഏത് ടെൻസിൽ ഉൾപ്പെടുത്തും? എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? 5 വർഷം മുമ്പ് തുടങ്ങി, ഈ പ്രസൻറ്റിൽ ചെയ്യുന്നു, ഇനി ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്, സോ ക്രിയേറ്റ് എ സെൻറ്റൻസ്. So if you like this video, like, share and subscribe. Follow the Instagram account for more. Okay.